എന്താണ് സോഷ്യൽ കോൺസ്ട്രക്റ്റ്? സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്ന വാക്കിന് തന്നെ രണ്ട് കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് സോഷ്യൽ, രണ്ട് കോൺസ്ട്രക്റ്റ് അഥവാ സാമൂഹിക നിർമ്മിതി എന്നൊക്കെ നമ്മൾ പറയും. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കോമൺ സെൻസിൽ നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ സമൂഹം നിർമ്മിക്കുന്നതാണ് എന്നതാണ്. അപ്പം സമൂഹം നിർമ്മിക്കുന്നതാണെങ്കിൽ ഇതിന് ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം എന്നൊരു ലിറ്ററൽ അർത്ഥത്തിൽ പല ആളുകളും ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായിട്ടോ ഫിസിക്കൽ വേൾഡുമായിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത സാധനം എന്നല്ല സോഷ്യൽ കോൺസ്ട്രക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കും. അതിലൊരു ഉദാഹരണമാണ് മാതാപിതാക്കൾ അഥവാ പേരൻറ്റിങ്. ഇപ്പോൾ പേരൻസ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കരുതിയിരുന്നത് നമ്മളുമായിട്ട് ജനിതകമായ ഒരു 50% ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ആളുകൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ പണ്ട് പേരൻസ് എന്നുള്ളൊരു സംഭവത്തെ മനസ്സിലാക്കി വെച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാകാം ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സിനപ്പുറം ദത്ത് പുത്രന്മാരെ അല്ലെങ്കിൽ ദത്ത് കുട്ടികളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവിടെയും അവരും പേരൻസാണ്. അപ്പോൾ ഞാനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ പേരൻ്റാണ്. അപ്പം ഒരു ബയോളജിക്കൽ പേരൻറ്റിനോടുള്ള എൻ്റെ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ്, വാല്യൂസ്, നോംസ് ഒക്കെ ഉണ്ടോ അത് തന്നെയാണ് ഞാൻ ഈ ഒരു ദത്ത് കുട്ടിയുടെ പേരൻറ്റിനോട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പേരൻറ്റ് എന്താണ് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്നതാണ്. അതിൻ്റെ അർത്ഥം അവിടെ ബയോളജിക്കലി 50% സംഭവം ഇല്ല എന്നൊന്നുമല്ല. ആ ബയോളജിക്കൽ സംഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്നാണ്. ഒരു ബയോളജിക്കൽ സംഭവമാണ് അതിനെ പേരൻ്റ് ആക്കുന്നത് എന്നില്ല. ബേസിക്കലി പേരൻറ്റിനെ പേരൻ്റ് ആക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. സമൂഹവും ആ കുട്ടിയും ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷനെ സമൂഹം എങ്ങനെ കാണുന്നു, സമൂഹം എന്തൊക്കെ കാര്യങ്ങൾ അപ്രൂവ് ചെയ്യുന്നു, എന്തൊക്കെ അപ്രൂവ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലക്സ് റിലേഷൻസാണ് ഈ പേരൻറ്റിനെ പേരൻ്റ് ആക്കുന്നത്. അപ്പോൾ പേരൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്. ചില പേരൻസ് ബയോളജിക്കൽ പേരൻസ് ആണ്, ചില പേരൻസ് അഡോപ്റ്റഡ് പേരൻസ് ആണ്. പിന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ അമ്മ ഒരു പുതിയ ആളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് എ ഫാദർ ഫോർ യു, ഈവൻ ദോ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ബയോളജിക്കൽ റിലേഷൻ ഇല്ലെങ്കിലും ദാറ്റ് ഈസ് സ്റ്റിൽ എ ഫാദർ. അപ്പം ഇത്തരത്തിലുള്ള ഫാദർ മദർ റിലേഷൻസ് എല്ലാം തന്നെ ഒരു തരത്തിലുള്ള സോഷ്യൽ കോൺസ്ട്രക്റ്റുകളാണ്. കാരണം ഇവിടെ ബയോളജിയെക്കാട്ടിലും ഉപരിയായിട്ട് നിൽക്കുന്നത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ്. ആ റിലേഷന് സമൂഹം കൊടുക്കുന്ന വാല്യൂ, ആ സമൂഹത്തിലുള്ള ഇൻട്രാക്ഷൻസ്, ഈ വക കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്. ഇപ്പോൾ വേറൊരു സംഭവം നമുക്ക് എടുക്കാം. ഇപ്പം കൊട്ടാരങ്ങൾ അതൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയും. അപ്പോൾ കൊട്ടാരം സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൊട്ടാരം സമൂഹം ഇല്ലെങ്കിൽ ഇല്ല എന്നല്ല. കൊട്ടാരം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, അതിന് സിമെൻ്റ് ഉണ്ട്, അതിന് പാറക്കല്ലുണ്ട്, അതിനകത്ത് ചിലപ്പം തടികളുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് കൊട്ടാരം. പക്ഷേ ആ കൊട്ടാരത്തെ കൊട്ടാരമാക്കുന്നത് എന്താണ്? കാരണം കൊട്ടാരം കാണുമ്പോൾ തന്നെ നമുക്ക് അതൊരു ഏൻഷ്യൻ സാധനമാണ്, അല്ലെങ്കിൽ അവിടെ രാജാക്കന്മാർ അവിടെ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ചില വാല്യൂസ്, നോംസ്, പ്രാക്ടീസസ്, അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില നോംസും വാല്യൂസും പ്രിഫറൻസസും ഒക്കെ സമൂഹം നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് മേക്സ് എ കാസിൽ അഥവാ കൊട്ടാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്. അതുമാതിരി ഉള്ള വേറൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് മാരേജ്, കല്യാണം ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്. ഈവൻ ദോ മാരേജ് ചെയ്യുന്നത് രണ്ട് മനുഷ്യരാണ്. മനുഷ്യരില്ലാതെ ചിലപ്പോൾ മാരേജ് നമുക്ക് ചിലപ്പം ഊഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ സ്റ്റിൽ മാരേജ് ഈസ് എ സോഷ്യൽ കോൺസ്ട്രക്റ്റ്. കറൻസി, ഇപ്പം നമ്മുടെ കയ്യിലുള്ള 10 രൂപ ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള ഒരു പേപ്പറാണ്. ഒരു പേപ്പറുണ്ട്, ആ പേപ്പറിനകത്ത് ഇങ്കുണ്ട്, അതിനകത്ത് ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ഇലക്ട്രോണും പ്രോട്ടോണും ഈവൻ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് വരെ ചിലപ്പോൾ അതിനകത്തുണ്ടായിരിക്കും. ബട്ട് വാട്ട് മേക്സ് എ കറൻസി എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റ്. കാരണം ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ കിട്ടും. ഞാനൊരു കിലോ അരി മേടിക്കുമ്പോൾ 100 രൂപ കൊടുത്താൽ 10 രൂപയുടെ നോട്ട് കിട്ടും. അല്ലെങ്കിൽ മോദിജി ബാൻ ചെയ്ത നോട്ട് ഞാൻ കൊടുക്കുവാണെങ്കിൽ ഇതിന് വിലയില്ല. ഇങ്ങനെയുള്ള ചില നോംസ്, പ്രാക്ടീസസ്, കൾച്ചേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് സോഷ്യൽ കോൺസ്ട്രക്റ്റ്. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് ഡിസബിലിറ്റി. ഇപ്പം എല്ലാവരും വിചാരിക്കും ഡിസബിലിറ്റി എങ്ങനെയാണ് സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആവുന്നത്? ഇപ്പം എനിക്ക് കൈയില്ലാത്തതും കാലില്ലാത്തതും അല്ലെങ്കിൽ എനിക്ക് നീളം കുറവും നീളം കൂടുതലും ഒക്കെ ആവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ കോൺസ്ട്രക്റ്റ് അല്ല, അത് ബയോളജിയായിട്ട് ബന്ധമുള്ള കാര്യമല്ലേ. അവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. ഡിസബിലിറ്റി ആവുന്നത് എന്താണ്? അപ്പം വ്യക്തിക്ക് കൈയില്ല എന്ന ഒരു ഫാക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, ആ ഒരു ഫാക്റ്റ് മാറുന്നില്ല. പക്ഷെ അത് ഡിസബിലിറ്റി ആവുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള പല സിസ്റ്റംസ് കാരണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാലില്ലാത്ത വ്യക്തിക്ക് അതൊരു ഡിസബിലിറ്റി ആയിട്ട് അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു, കാലുള്ള വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാലില്ലാത്ത വ്യക്തിക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള നാവിഗേഷൻ ഒരുപാട് ബുദ്ധിമുട്ടാകുമ്പോഴാണ്. ഇപ്പോൾ നേരത്തെ നമ്മളുണ്ടാക്കുന്ന ബസ്സുകൾ, ആ ബസ്സിൽ ഒരു ടിപ്പിക്കൽ കാലുള്ള മനുഷ്യന് ഓടിച്ചാടി കയറാൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നീളം കൂടിയ മനുഷ്യൻ,
നീളം കുറഞ്ഞ മനുഷ്യർക്ക് നമ്മുടെ സമൂഹത്തിൽ ഡിസബിലിറ്റി അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സിസ്റ്റവും, ഇപ്പോൾ ഈ കസേര ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ഒരു ക്ലാസ് റൂം ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ ഒരു ആവറേജ് ടിപ്പിക്കൽ മനുഷ്യൻ്റെ നീളവും വണ്ണവും അനുസരിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയാൾക്ക് ഡിസബിലിറ്റി അനുഭവിക്കപ്പെടും. പക്ഷേ അയാൾ വേറൊരു സൊസൈറ്റി പോകാമെന്ന് വിചാരിക്കും. അയാൾ ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് ഈ സൊസൈറ്റി വേറൊരു രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവിടെ ഭൂരിപക്ഷം ആളുകളും നീളം കുറഞ്ഞ മനുഷ്യരാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ, ഉദാഹരണത്തിന് അത്ഭുത ദ്വീപ് സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് നീളം കുറഞ്ഞ മനുഷ്യരുള്ള ഒരു ദ്വീപിലേക്ക് പൃഥ്വിരാജ് എത്തപ്പെടുന്ന ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ദ്വീപിൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കാനും ആ വസ്തുക്കൾ ഉപയോഗിച്ച് ആ സൊസൈറ്റിയിൽ പെർഫോം ചെയ്യാനും നമ്മുടെയൊക്കെ ഉള്ള ഒരു ആവറേജ് നീളമുള്ള ഒരു വ്യക്തിക്ക് പറ്റില്ല. അപ്പം സൊസൈറ്റി മാറുന്നതനുസരിച്ച് സൊസൈറ്റിയുടെ ടൂൾസും സൊസൈറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രക്ചേഴ്സും അനുസരിച്ച് ഒരു വ്യക്തിക്ക് നേരിടുന്ന ചാലഞ്ചസ് മാറുന്നുണ്ട്. ചില സൊസൈറ്റീസിൽ ആ വ്യക്തിക്ക് ആ ചാലഞ്ചസ് ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ടാണ് ഡിസബിലിറ്റിയും ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഡിസബിലിറ്റി സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് കൈ ഇല്ല എന്നത് സമൂഹം വിചാരിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ കൈ ഉണ്ടെന്ന് സമൂഹത്തിന് തോന്നുന്നതാണ് എന്നല്ല അർത്ഥം. അവരുടെ ആ ബയോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്, കൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബയോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്. പക്ഷേ ആ കൈ ഉള്ളതും ഇല്ലാത്തതും കൊണ്ടുണ്ടാകുന്ന ആ വ്യക്തി നേരിടുന്ന അനുഭവങ്ങളും പ്രശ്നങ്ങളും സാമൂഹിക നിർമ്മിതികളാണ്. അപ്പോൾ ജെൻഡർ ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന് പറയുന്നതും ഇത്തരം സംഭവങ്ങളാണ്. അതായത് ഇന്ന ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഉള്ള വ്യക്തികളിൽ പല എക്സ്പെക്റ്റേഷൻസും വാല്യൂസും നോംസും നമ്മൾ അടിച്ചേൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആണാണെങ്കിൽ മീശ ഉണ്ടായിരിക്കണം, നല്ല താടി ഉണ്ടായിരിക്കണം, ആണാണെങ്കിൽ നല്ല ഉയരം ഉണ്ടായിരിക്കണം, ബോഡി ഇങ്ങനെ ആയിരിക്കണം, ഭയങ്കര സ്കൾപ്റ്റഡ് ബോഡി ആയിരിക്കണം, പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു കേർവ്ഡ് സ്ട്രക്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഗേളി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്തരം സാധനങ്ങളൊക്കെ മസ്കുലിനാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫെമിനിനാണ്, അല്ലെങ്കിൽ വോയിസ് കട്ടി ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ചില എക്സ്പെക്റ്റേഷൻസ് സമൂഹം വയ്ക്കുന്നുണ്ട്, ചില വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുടുംബനാഥനാണോ എന്നാ വന്നിരുന്ന് സംസാരിക്കൂ, കുടുംബനാഥയാണോ എന്നാ നീ മാറി നിൽക്കും, മനസ്സിലായി? അങ്ങനെയുള്ള ചില വാല്യൂസും നോംസും സംഭവങ്ങളും, പലതരത്തിലുള്ള റോൾസ്, എക്സ്പെക്റ്റേഷൻസ്, നോംസ്, ബിഹേവിയേഴ്സ്, ഇതെല്ലാം തന്നെ ചില പെർസീവ്ഡ് ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് സമൂഹം കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജെൻഡർ ഇസ് എ സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വാച്ച്, സ്ത്രീകളുടെ വാച്ച്. ഇപ്പോൾ സ്ത്രീകൾക്കായിട്ടൊരു വാച്ചിൻ്റെ ആവശ്യമില്ല, എല്ലാ വാച്ചും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വാച്ച് നോക്കുന്ന സമയം നോക്കും. എന്നാലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ വാച്ച്, പുരുഷൻ്റെ വാച്ച്, സ്ത്രീകളുടെ ഷൂസ്, പുരുഷൻ്റെ ഷൂസ്, സ്ത്രീകളുടെ ചെരുപ്പ്, പുരുഷൻ്റെ ചെരുപ്പ്, ഇങ്ങനെയുള്ള ചില ഡിസ്റ്റിങ്ഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് ബയോളജിക്കൽ റിയാലിറ്റിയോട് യാതൊരു ബന്ധമില്ല. ഇത് സമൂഹം അങ്ങനെ ഇവോൾവ് ആയി വന്നു. ആ സമൂഹം, നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ അത്തരം ചില പ്രാക്ടീസസ് ഉണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ജെൻഡർ ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പം ഈ ജെൻഡർ സിസ്റ്റത്തിൽ ഞാൻ ഇന്ന ജെൻഡർ ആണെന്ന് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും അതിൽ വിഷമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുള്ള ആണുങ്ങൾ, അവർ സിസ് ജെൻഡർ ആയിട്ടുള്ള ആണുങ്ങളാണ്. അവർ ജനിക്കുമ്പോൾ ആണുങ്ങളായിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത്. അവർക്ക് സ്വയം ഉള്ള ഒരു കൃത്യമായ ബോധ്യമുള്ള ഒരാണുങ്ങളാണ്. പക്ഷേ അവരുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ഹോർമോണുകളുടെ പ്രവർത്തനം കാരണമോ മറ്റ് പ്രവർത്തനങ്ങൾ കാരണമോ അവരുടെ ചെസ്റ്റ് സൈസ് വലുതാവും, കുറച്ച് വലുതാവും. അപ്പം അതിൽ അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉള്ള ഒരു നോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, ആണുങ്ങളായ ഒരു ചാടിയ ബ്രസ്റ്റ് സൈസ് ഉണ്ടാവാൻ പാടില്ല, ഫ്ലാറ്റ് ചെസ്റ്റ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ അതിലൊരു വിഷമമുണ്ട് അവർക്ക്. അതിലവർക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. ചിലർ ഡിപ്രഷനിലാണ്, ചിലർക്ക് ഇൻകോൺഗ്രുവൻസ് ഉണ്ടാകും, ചിലർക്ക് ഡിസ്ഫോറിയ ഉണ്ടാകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഓരോ ആളുകളും അവരുടെ കംഫർട്ട് അനുസരിച്ച് അത് ചില ടീനേജ് പ്രായത്തിലോ ചിലർ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴോ അത് സർജറി ചെയ്ത് മാറ്റാറുണ്ട്. അപ്പം അവിടെ എന്താണ് നടക്കുന്നത്? ഈ സമൂഹത്തിലെ ജെൻഡർ സിസ്റ്റമായിട്ട് ആ വ്യക്തിക്ക് പൊരുത്തപ്പെടണമെങ്കിൽ അയാളുടെ എക്സ്പ്രഷൻ ഇതുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും അവരുടെ ജെൻഡർ എന്താണെന്ന് കൃത്യമായ ബോധമുണ്ട്. ഈ ജെൻഡർ സിസ്റ്റത്തിൽ ഞാൻ എവിടെ പെടും എന്നൊരു കൃത്യമായ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് ഞാൻ ആണെന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നതെന്നൊരു കൃത്യമായ ബോധ്യമുണ്ട്. ചിലർ ഞാൻ ഈ ജെൻഡർ ബൈനറിക്ക് അപ്പുറമാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും കൂടെ പരിഗണിക്കുന്ന സമൂഹം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സൊസൈറ്റി എന്ന് വെച്ചാൽ പാട്രിയാർക്കി, സ്ത്രീവിരുദ്ധത, ട്രാൻസ്ഫോബിയ, പിന്നെ കുറേ മതങ്ങൾ പടച്ചുവിടുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ, ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കോൺസെപ്റ്റുകളെ മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി നമ്മുടെ സൊസൈറ്റിയിലില്ല. സോ ദാറ്റ്സ് വാട്ട് സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്താണ്, ജെൻഡർ സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്ന തിയറി എന്താണ് പറയുന്നത്. ആൻഡ് ദാറ്റ് തിയറി ഈസ് എ വെൽ അക്സെപ്റ്റഡ് തിയറി. എന്തുകൊണ്ടാണ് തിയറി അക്സെപ്റ്റഡ് ആവുന്നത് വെച്ചാൽ ആ തിയറിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറുതെ അങ്ങ് എടുക്കുന്നല്ല. നമ്മളൊരു സമൂഹത്തിലെ ഒരു തിയറി, സോഷ്യോളജിയിലൊരു തിയറി നമ്മൾ എടുക്കുന്ന ആ തിയറിക്ക് ഒരുപാട് എക്സ്പ്ലനേറ്ററി പവർ ഉള്ളത് കൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്
എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ വാച്ച് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെക്സ് വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബയോളജിക്കൽ സെക്സ് വെച്ചിട്ട് വൈ ദർ എക്സിസ്റ്റ് ഗേൾസ് വാച്ചസ്, വിമൻസ് വാച്ചസ്, ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ തിയറിക്ക് അതിനൊരു വിശദീകരണമില്ല. പക്ഷേ ജെൻഡർ ഇസ് എ സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്നുള്ള കാര്യത്തിന് ഒരു ഇതുണ്ട്. ജെൻഡർ എന്നുള്ളൊരു വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബയോളജിക്കൽ സംഭവങ്ങളിനപ്പുറം നമ്മൾ കുറച്ച് വാല്യൂസും നോംസും പ്രാക്ടീസും സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ ഇന്ന വാച്ചുകൾ ഇടണം, ഇന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന ഹെയർ സ്റ്റൈൽ ആയിരിക്കണം, ലിപ്സ്റ്റിക്ക് പെണ്ണുങ്ങളാണ് ഇടുന്നത്, ആണുങ്ങൾ ഇടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രാക്ടീസസ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നത് വിശദീകരിക്കണം. ആ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കോൺസ്ട്രക്ഷനിസമാണ്. സോ ഹോപ്പ് ദാറ്റ് എക്സ്പ്ലെയിൻസ് എന്താണ് സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം.